തുടരുകയാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ പ്രതിഷേധ റാലിയുമായി അങ്കമാലി അതിരൂപത. പ്രതിഷേധ റാലിയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. പൊതുസമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പങ്കെടുക്കും. ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. ഷാബാസ്, ഗുഡ് ഈവനിംഗ്. പ്രതിഷേധ റാലി അങ്കമാലി, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ തുടരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ വരെ എത്തി? സുജയ, ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള വമ്പിച്ച പ്രതിഷേധ റാലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഴക്കേപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച റാലി സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിലാണ് സമാപിക്കുക. സമാപന പൊതുസമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും. ഈ വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ വഴിയിലുടനീളം ഈ റാലിക്ക്, പ്രതിഷേധ റാലിക്ക് സ്വീകരണം ഒരുക്കിക്കൊണ്ട് ഈ റാലിയിൽ അണിചേരുന്നുണ്ട്. നിലവിൽ ആയിരങ്ങളാണ് ഈ റാലിയിൽ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ പ്രീതിയുടെയും വന്ദനയ്ക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധ റാലിയിലേക്ക് സഭാ നേതൃത്വം ഈ ഘട്ടത്തിൽ കടക്കുന്നത്. നമുക്ക് വൈദികരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. കിഴക്കേപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച റാലി ഇപ്പോൾ അങ്കമാലി നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വർഗീയ ശക്തികൾക്ക് കനത്ത താക്കീത് നൽകിക്കൊണ്ട് ഇതാ അങ്കമാലി അതിരൂപതയുടെ മക്കൾ ചരിത്രമിറങ്ങുന്ന അങ്കമാലിയുടെ രാജവീതിയിലാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രതിഷേധ റാലി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 6 ദിവസമായി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ ജയിലിലാണ്. അവർക്ക് നീതി ലഭിക്കാത്തതിലാണ് ഈ വലിയ പ്രതിഷേധം നടക്കുന്നത്. ഈ റാലിക്ക് ശേഷം പൊതുസമ്മേളനവുമുണ്ട്. ആ പൊതുസമ്മേളനത്തിൽ മാർ ജോസഫ് പാംപ്ലാനി പങ്കെടുക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ തൃശൂർ അതിരൂപതയാണ് പ്രതിഷേധം തുടങ്ങിവെച്ചത്. അതിനുശേഷം തിരുവനന്തപുരത്തടക്കം വിവിധയിടങ്ങളിലെ പ്രതിഷേധം നമ്മൾ കണ്ടു. ഇതിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്.